ഹല്ലേലൂയ യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ നന്ദി മഹത്വം 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 കാരുണ്യമേ നീ വരൂ ദൈവ കാരുണ്യമേ നീ വരൂ ദൈവ കാരുണ്യമേ നീ വരൂ ദൈവ കാരുണ്യമേ ജീവിതം നിന്റെ കാരുണ്യമേ ജീവനേ നിത്യ കാരുണ്യമേ ജീവിതം നിന്റെ കാരുണ്യമേ ജീവനേ നിത്യ കാരുണ്യമേ മലരിൻ നിഴലിൽ തൂമഞ്ഞു പോലെ കരതാരിലീശോ തിരുവോസ്തിയിൽ മലരിൻ നിഴലിൽ തൂമഞ്ഞു പോലെ കരതാരിലീശോ തിരുവോസ്തിയിൽ ഹൃദയം പുണരാ കൊതിയോടെ നിൽപ്പൂ സദയം വരൂ നീ ആത്മനാഥ സദയം വരൂ നീ ആത്മനാഥ നീ വരൂ ദിവ്യ കാരുണ്യമേ നീ വരൂ ദൈവ കാരുണ്യമേ നീ വരൂ ദിവ്യ കാരുണ്യമേ നീ വരൂ ദൈവ കാരുണ്യമേ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഈ വിഷയം വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. അതായത് ഒരേ സമയത്ത് തന്നെ പറയുന്ന വചനങ്ങൾ ഒരേ സമയം തന്നെ അടുത്ത് നിൽക്കുന്ന രണ്ട് ശിഷ്യന്മാർക്ക് രണ്ട് എക്സ്പീരിയൻസാണ്. ഒരാൾക്ക് വചനം കഠിനമാകുന്നു. അതാണ് 11:15 നമ്മൾ കാണുന്നത്. ഗുരു, ഇപ്പോൾ തന്നെ യഹൂദ നിന്നെ കല്ലെറിയാൻ പോകുന്നു, വീണ്ടും നീ അങ്ങോട്ട് പോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് പിൻകാലിട്ട് നിൽക്കുന്ന പത്രോസിന് ആ വചനം കഠിനമാണ്. 6:60 അനുസരിച്ചുകൊണ്ട് കഠിനമാണ്. അപ്പോഴെ തന്നെ അത് കേട്ടുകൊടുന്ന തോമസിന് ആ വചനം ലഘുവാകും. തോമസ് എന്താ പറയണത്? 11:16 നമുക്കും പോയി അവൻ്റെ കൂടെ മരിക്കാം. ദാറ്റ് മീൻസ് കൂടുതലൊരു മനുഷ്യൻ സംഭവിക്കാൻ സാധ്യതയുള്ള മരണമാണ്. മരണം പോലും സെൻറ്റ് തോമസിന് ലഘുവാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനവും ലഘുവാണ്. അപ്പോഴും ഭയമാണ് വചനത്തെ കഠിനമോ ലഘുവോ ആക്കി മാറ്റുന്ന ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം എന്താണ്? സ്നേഹം. സ്നേഹമാണ് വചനത്തെ ലഘുവോ കഠിനമോ ആക്കി മാറ്റുന്ന അടുത്ത ഘടകം. ഒരു വ്യക്തി, വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തോ ഒരു ദൈവത്തോട് എനിക്ക് സ്നേഹമുണ്ട്, എന്തോട് വചനം നിവൃത്തിയാക്കുന്നതിലുള്ള ഭയം എനിക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, ഭയം മാറണം. ഭയം മാറിയാലേ വചനം ലഘുവാകത്തുള്ളൂ.
പിന്നെ എന്താ? സ്നേഹം കൂടണം. സ്നേഹം കൂടിയാലേ വചനം ലഘുവാകത്തുള്ളൂ. ഇപ്പോഴും നമ്മൾ നേരത്തെ ഒരു സുവിശേഷ പ്രഭാഷണത്തിൽ കേട്ടതാണ്, ഞാൻ തന്നെ പറഞ്ഞതാണ് ഈ വേദിയിൽ. എന്താണ്? അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്ക വരിക. ഇപ്പം ഭാരം വഹിക്കുന്നുണ്ടേ അല്ലേ? ഭാരം വഹിക്കുന്നത് ഓരോരോ ജീവിത അവസ്ഥകൾ കൊണ്ട് മനുഷ്യന് ഭാരമുണ്ടാകാം. സാമ്പത്തികമാകാം, ശാരീരിക രോഗം കൊണ്ട് ശാരീരികമാകാം, കുടുംബത്തിൻ്റെ ഭാരോടമ്പടി നടക്കാത്ത കൊണ്ട് മാനസികമാകാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഭാരം, ഇങ്ങനെ ഭാരം, വ്യത്യസ്തങ്ങളായ ഭാരം മനുഷ്യന് ഉണ്ടാകുമെന്ന് ഈശോയ്ക്കറിയാം. നമ്മൾ 11:18 പോകും, 22 പോകത്തില്ലേ? മത്തായിയുടെ സുവിശേഷം 11:28, 29 വചനങ്ങൾ വരുമ്പോൾ അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുത്ത് വരിക. എന്തിനാണ്? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശുവിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലണം. എന്തിനാണ്? ആശ്വാസം പ്രാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെല്ലണത്. അത് വ്യക്തമാണത്, എൻ്റെ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഈ ആശ്വാസം നമ്മൾ എങ്ങനെയാണ് പ്രാപിക്കണത്? ഞാൻ ശാന്തശീലനാണ്, വിനീത ഹൃദയനാണ്. 2 കാര്യങ്ങളാണ് ഈശോ പറയണത് അല്ലേ? ശാന്തശീലൻ എന്ന് വെച്ചാൽ എനിക്ക് വ്യഗ്രതയില്ല. ഇപ്പം ഞാൻ IITസിന് തോറ്റു. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രസകരമായ സാക്ഷ്യമാണ്. എനിക്ക് ആ കൊച്ചിൻ്റെ ഈ ദിവസങ്ങളിൽ ഇന്നലെ ഇട്ട സാക്ഷ്യമാണ്. ആ മോളുടെ ഒരു പാലായിലൊരു മോളാണ്. അവളുടെ വണ്ടി സ്കൂട്ടർ ഓടിക്കുമ്പോൾ കാറിട്ട് ചെന്നിടിച്ച്, സ്കൂട്ടർ കാറിൽ ചെന്നിടിച്ച് കൈ ഒടിഞ്ഞ് പ്ലാസ്റ്ററിട്ട്. പക്ഷെ IITസിൻ്റെ ഡേറ്റ് എടുത്തതായിരുന്നു. അപ്പോഴേ എഴുതാൻ പാടാണ്, അല്ലെങ്കിൽ കറുപ്പിക്കാൻ പാടാണ്, കൈ കണ്ണയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല, റീഡ് ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവർക്ക്. അവർ പറയണ ഇതാണ്, എങ്കിലും അവർക്ക് ഭാരമാണത് അല്ലേ? രോഗം ഒരു ഭാരമാണ്, രോഗം ഒരു ഭാരമാണ്. പക്ഷെ ഉടമ്പടി ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ, കാര്യം ഉടമ്പടി നമ്മൾ ദൈവമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ പരിശുദ്ധ അമ്മ വഴിയാണ് നമ്മൾ ഈശോയോട് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. കാരണം പുറപ്പാട് 33:14 അനുസരിച്ച് കൊണ്ട് ഉടമ്പടി ചെയ്യുന്ന വ്യക്തികളുടെ കൂടെ ദൈവം സഞ്ചരിക്കും. അപ്പോൾ ഈശോ തന്നെ പറയും, നിങ്ങൾ ന്യായാധിപന്മാരുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും. പല വിഷയങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. കോടതിയിൽ പോകേണ്ടി വരും അല്ലേ? ബാങ്കിൽ പോകേണ്ടി വരും. കാര്യം അവൻ നമുക്ക് ലോണിന് നമ്മുടെ കടങ്ങൾ ജപ്തി ചെയ്യാൻ വെക്കുമ്പോൾ നമ്മൾ 1 ടൈം സെറ്റിൽമെൻറ്റ് നമ്മുടെ വിളിക്കുമ്പോൾ 1 ടൈം സെറ്റിൽമെൻറ്റിൻ്റെ കാശ് പോലും നമ്മുടെ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ അവരിങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ അത് നാളെ അടുത്ത ആഴ്ച ലേലത്തിൽ വിൽക്കുകയാണ്, ഒന്നും പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ വിഷമിച്ച് പോകും. അപ്പം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ഹാജരാക്കപ്പെടും. അപ്പം ഇങ്ങനെ ഹാജരാക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ വെച്ച് പേടിക്കണ്ട എന്ന് നമ്മളോട് പറയണത് ഈശോ മാത്രമാണ്. നിങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഹാജരാക്കപ്പെടും. കോടതി ചെല്ലും, ചിലപ്പോൾ നമ്മുടെ വക്കീലൊക്കെ ചിലപ്പോൾ വാദിച്ച് തോക്കണ കാണാം. കാര്യം വക്കീൽമാർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കേസ് ചിലപ്പോൾ തോക്കണതായിരിക്കും വക്കീലിന് നല്ലത്. കാരണം ജയിക്കണ വക്കീലിന് മിക്കവാറും ചിലപ്പോൾ 5 ലക്ഷം കിട്ടുകയാണെങ്കിൽ അതിൽ 1 ലക്ഷം ഇയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇയാൾ തോറ്റു കൊടുക്കാൻ തയ്യാറാകും. വക്കീൽമാർ തമ്മിൽ ചില വക്കീൽമാർ, എല്ലായിടത്തും അല്ല, ചില വക്കീൽമാർ തമ്മിൽ ഇതുപോലെ ബിസിനസ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അവർക്കെല്ലാം കേസ് ബിസിനസ്സാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വക്കീൽ നിയമങ്ങൾ അറിയാമെങ്കിലും ഒന്നും പറയത്തില്ല. ബബ്ബ അടിച്ചങ്ങനെ ജഡ്ജിയുടെ മുമ്പിൽ അല്ല മജിസ്ട്രേറ്ററിൻ്റെ മുമ്പിൽ ബബ്ബ അടിച്ച് നിൽക്കും. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകൻ വിജയകുമാറിൻ്റെ ഒരു കേസ് ഞാൻ എപ്പോഴും ഓർക്കും. അങ്ങേരുടെ വക്കീൽ കോടതിയിൽ ജഡ്ജിയോട് ബബ്ബ അടിച്ച് നിൽക്കുകയാണ്.
നിയമങ്ങളറിയാം, പക്ഷേ മറ്റേ വക്കൽ കത്തിക്കയറിക്കൊണ്ട് നിൽക്കുകയും. ആ സമയത്ത് എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയകുമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, അച്ഛാ ഇതെന്ത് ചോദിച്ചാൽ നമ്മുടെ വീടും പോണ ലക്ഷണമാണ്. കാര്യം വീട്ടിൽ സ്വന്തം വീട്, നേരത്തെ താമസിക്കുന്ന വീട് വാടക കൊടുത്ത പ്രശ്നമാണ്. ആ വാടകക്കാർ ഇറങ്ങേണ്ട സമയമായപ്പോൾ ഇരുമ്പ് പടി എടുത്ത് അവിടെ മുഴുവൻ തല്ലി ഒടിച്ചിട്ട് ക്രിമിനൽ കേസിന് ഉടയക്കാരൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. കള്ളക്കേസ് തന്നെ വഴി നോക്കണം. എന്നിട്ട് കൊടുക്കണ പടം എല്ലാം കൊടുത്തിട്ട് പോലീസ് വരെ അങ്ങേർക്ക് ക്രിമിനലിന് അനുകൂലമായി നിൽക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് FIR എഴുതിപ്പോയില്ലേ? എഴുതിപ്പോയത് ഇങ്ങനെ ക്രിമിനലായിട്ടല്ല എഴുതി. ഉടയക്കാരനെ പിടിച്ചു കെട്ടുന്ന കാലമാണെന്ന് പറഞ്ഞ പോലെ ഉടയക്കാരനെ ക്രിമിനലായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ആര്? ക്രിമിനല്, ആ തല്ലിപ്പൊളിച്ചവൻ. വാടകക്കാരന് അവർ ഇറങ്ങാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവിടുന്ന് തന്നെ നവംബർ മാസം 11-ാം തീയതിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കയറി അടിച്ച് തല്ലി ചീലെല്ലാം പൊട്ടിച്ച് അലമാരിയെല്ലാം താഴെപ്പൊട്ട് പൊളിച്ചു കളഞ്ഞ്. എന്നിട്ട് ഉടയക്കാരൻ നിയമാനുസൃത എഗ്രിമെൻറ്റിന് വിരുദ്ധമായിട്ട് ഞങ്ങളെ അടിച്ചിറക്കാൻ വേണ്ടി ഇതിനെ കയറി തല്ലി ഗുണ്ടകളുമായിട്ട് തല്ലി പൊളിച്ചെന്നും പറഞ്ഞ് സാക്ഷികളെ വെച്ചിരിക്കുകയാണ്. എന്തൊരു കേസാണ്! സാക്ഷികളെ എത്ര സാക്ഷികളെ വേണം നിങ്ങൾക്ക്? കാണാത്തത് കണ്ടെന്ന് പറയാൻ എത്രയും സാക്ഷികളെ വേണം. അപ്പം ഇതുപോലെ ഉള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ കൊടുത്ത കേസ് കൊടുത്തിട്ടുള്ള വക്കീലും അവിടെ നിന്നുണ്ട് ജപ അടിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ വിജയകുമാർ എന്നെ വിളിച്ചു, അച്ഛാ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു. കാര്യം എനിക്കറിയാം ഇങ്ങനെ എന്താ ചെയ്യണം. അങ്ങനെ ഒരു മരത്തിൻ്റെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കണം. മരത്തിൻ്റെ ജപമാല ഉള്ളിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു മരത്തിൻ്റെ ജപമാല കോടതിയുടെ വാദിക്കുക എന്നുകൊണ്ട് മരത്തിൻ്റെ ജപമാല ചൊല്ലിക്കൊണ്ട് നിൽക്കുകയാണ്, മരത്തിൻ്റെ മണിയുള്ള. അപ്പോൾ പക്ഷേ വക്കീൽ പറയണം ഇങ്ങൾക്ക് നല്ല കേസിനെ കുറിച്ച് നല്ല ബോധമുള്ള കാരണം ഇത് ചെന്ന പണി മേടിക്കുമെന്ന് ഇങ്ങൾക്കറിയാം. അതാണ് എന്നെ വിളിച്ചത്. അപ്പോഴും ഞാൻ പറഞ്ഞു, മാതാവിനോട് പറ, ചെന്ന് ജഡ്ജിയെടുത്ത് നിൽക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ അമ്മയുടെ പ്രശ്നം നമുക്കറിയാം. അമ്മ സഞ്ചാരി മാതാവാണ്. അമ്മ നമ്മളെ ആശ്രയിക്കുന്നവരെ അമ്മ സംരക്ഷിക്കും. അപ്പോൾ ഈ കേസ് കത്തിക്കറി ഉടനെ വിജയകുമാരി കൊന്തയിക്കൊണ്ട് നിൽക്കുകയല്ലേ? അല്ല, അപ്പോൾ കൊന്തെടുത്തതല്ലേ? ഇതാണ് പ്രശ്നം. നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധമെന്ന് പറയണത് ഇന്ന് ഇൻ്റർവെല്ലൊന്നും ഇല്ല. സിനിമക്കൊക്കെ ഇൻ്റർവെല്ലുണ്ട് അല്ലേ? ഇൻ്റർവെല്ലെന്ന് എഴുതി കാണിക്കും. പ്രാർത്ഥനാ ജീവിതത്തിന് ഇൻ്റർവെൽ എഴുതി കാണിക്കത്തില്ല. പ്രാർത്ഥനാ ബുദ്ധിയും ബോധവും ഉള്ളവൻ എപ്പോഴും കർത്താവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്കെല്ലാം കുറച്ച് പേരൊക്കെ പണി കിട്ടണതിൻ്റെ കാര്യം നിങ്ങളുടേതെല്ലാം ഇങ്ങനെ ഒക്കേഷണൽ പ്രയറാണ്. അപ്പോഴപ്പോഴുള്ള അവസരത്തിനടിസ്ഥാനമായ പ്രാർത്ഥന. അങ്ങനെയല്ല, നമുക്കൊരു ബന്ധമേ ഉള്ളൂ. ആ ബന്ധം എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ ഒരു ടൈപ്പാണ്. കാര്യം അനുഭവിച്ചറിഞ്ഞ് വിശ്വാസം സ്വീകരിച്ച ആളാണ്. അല്ലാതെ റെഡിമെയ്ഡ് ക്രിസ്ത്യാനിയുടെ അപ്പൻ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്കത്ര രഹസ്യാന്ന് പേരിട്ടിരിക്കണം അങ്ങനെയുള്ള റെഡിമെയ്ഡ് ക്രിസ്ത്യാനി അല്ല. ഇതിന് ഈ പൗരത്വം, ഈ സ്വർഗീയ പൗരത്വം വലിയ ജീവിതത്തിൻ്റെ വലിയ വില കൊടുത്ത് വാങ്ങിയ ആളാണ്. അപ്പം അങ്ങനെ പരിശീലിച്ച ആളാണ്. അപ്പോഴേ അമ്മേ ആരുമില്ലമ്മേ, അമ്മയല്ലേ അഡ്വക്കേറ്റ് എന്ന് ചോദിച്ചു. ആരുമില്ലമ്മേ, അയച്ചു കൊടുത്ത് വേദിക്കുന്ന വക്കീൽ വരെ അവിടെ കൂടെയാണ്. അമ്മയല്ലേ അഡ്വക്കേറ്റ് എന്ന്. എൻ്റെ അഡ്വക്കേറ്റ്. അമ്മ പോയി ജഡ്ജി എടുത്ത് നിൽക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് സെക്കൻഡ്, ഇത് പറഞ്ഞതേ ഉള്ളൂ, സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ജഡ്ജി നേരെ തന്നെത്താൻ എഴുന്നേക്ക്. എന്നിട്ട് ഈ വാദി എന്ന് പറയുന്ന കത്തിക്കരിക്കുന്ന വക്കീലിനെതിരെ അയാൾ 2-3 ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചു. അതോടുകൂടി അയാൾ പഠിക്കാൻ തുടങ്ങി. പിന്നെ വാദം അവസാനിപ്പിച്ചു, ജഡ്ജ്മെൻ്റ് എഴുതി. കാര്യം എല്ലാം ഫാബ്രിക്കേറ്റാണ്, എല്ലാം കള്ളത്തരവാണെന്ന് ജഡ്ജിക്ക് മനസ്സിലായി. ദാറ്റ് മീൻസ് നമ്മൾ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴേ എന്ത് പറയണം എന്ന് മുൻകൂട്ടി ആലോചിച്ചുറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുമെന്നാണ്. ഇപ്പം നമ്മൾക്ക് നേരിട്ട് അറിവ് നൽകിയില്ലെങ്കിലും ആ സമയത്ത് ദൈവം പ്രവർത്തിക്കണ ഒരു ടൈമാണത്.
എൻ്റെ മക്കളത് മനസ്സിലാക്കി. എവിടെയെങ്കിലും നിങ്ങൾ ഹാജരാകണമെന്ന് വിചാരിച്ചോ? ഇപ്പോൾ ഒരു IELTS പരീക്ഷയുടെ കാര്യം പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. എവിടെയെങ്കിലും ഇപ്പോൾ ജപ്തി നടപടി വന്ന് ബാങ്കിൽ പോകണം, നമ്മൾ ഹാജരാകണ്ടേ? നമ്മളൊരു കോളേജിൽ കുഞ്ഞിന് അഡ്മിഷൻ മേടിക്കാൻ പോവുകയാണ്, നമ്മൾ ഹാജരാകാൻ പോവുകയാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നമ്മൾ ഹാജരാകും. അപ്പോൾ നമ്മൾ ഹാജരാകുന്ന ആ സമയത്ത് നിൻ്റെ ദൈവം അവിടെ ഉണ്ടാകുമെന്നാണ് ഈശോ പറഞ്ഞത്. നിങ്ങൾ ഹാജരാകുന്ന സമയത്ത് ആ സമയത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. അത് ദൈവത്തിൻ്റെ സമയം തിരിച്ചറിയണമെന്ന് കർത്താവ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സമയം നിങ്ങൾ തിരിച്ചറിയണമെന്നാണ്. ഇപ്പം ലൂക്ക 19 വായിക്കത്തില്ലേ? സന്ദർശനത്തിൻ്റെ സമയം എന്നൊക്കെ പറഞ്ഞ്. ശ്രുതിയുടെ മക്കളെ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. നിബന്ധനകൾ പാലിക്കുന്നതിലൂടെ ഈശോയെ ഞങ്ങളുടെ കൂടെ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കാ സുവിശേഷം 12:11. അതിൻ്റെ കൂടെ 12 ഉണ്ട്, 12 ഉണ്ട്. ഏറ്റു പറഞ്ഞ് സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കണമെന്ന് എന്ത് പറയണമെന്ന് ഉത്കണ്ഠാകുലരാകേണ്ട. എന്താണ് പറയേണ്ടതെന്ന് സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഇതാണ് ഇങ്ങനെ ഒരു സമയമുണ്ടാകും. ഈ സമയം എന്ന് വെച്ചാൽ നിങ്ങൾ ജപ്തി നടപടി ബാങ്കിൽ വിളിപ്പിക്കപ്പെടുന്ന സമയം, അല്ലെങ്കിൽ കോടതി കേസ്, അല്ലെങ്കിൽ നമ്മൾ സ്ഥലം കൊടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വാങ്ങാൻ പോകുന്നു, അത് ക്ലയൻറ്റുമായി നമ്മൾ സംസാരിക്കുന്ന സമയം. നിങ്ങൾ ആശുപത്രിയിൽ എന്തോ നടുവേദന ഒക്കെ തോന്നി ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടർ നിങ്ങളെ വല്ലാണ്ട് ടെസ്റ്റ് ചെയ്യണ സമയം. സാധാരണ ടെസ്റ്റ് ഡോക്ടർമാരുടെ ടെസ്റ്റ് അറിയാവില്ല. കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ ഇതൊക്കെ എടുത്ത് മാറ്റി രക്തം ഉണ്ടോയെന്ന് നോക്കി, കയ്യെ പിടിച്ചൊക്കെ നോക്കി. ചില സമയത്ത് ഡോക്ടർ അവിടെ നിന്ന് എഴുന്നേക്കും, എന്നിട്ട് കിടക്കാൻ പറയും നിങ്ങളോട്. വലിയ പൊക്കമുള്ള പിന്നെ കിടക്കാൻ പറയും. അതൊരു സമയമാണ്, ഒരു 1.5 സമയം. എന്നിട്ട് കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മുട്ടിയൊക്കെ നോക്കും. എന്നിട്ട് പ്രഷർ പലതരത്തിൽ നോക്കും. എന്നിട്ട് അപ്പം നിങ്ങളെന്ത് ചെയ്യും? ഡോക്ടറിൻ്റെ മുഖത്തേക്ക് നോക്കും. വല്ല പരിപാടി ആയാ കർത്താവേ എന്ന് ഓർത്തും. ഇതൊരു സമയമാണ്. ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ സമയം, ഇതാണ് ആ സമയം എന്ന് പറയുന്നത്. അതാണ് ലൂക്ക 12:12. ആ സമയം എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത്, ദാറ്റ് ടൈം. എല്ലാവർക്കും ഉണ്ടാവും ഈ ഒരു ആ സമയം. ആ സമയത്ത് എന്താ? അത് കർത്താവിൻ്റെ സമയമാണ്. യു വിൽ ബി എക്സ്പിരിറ്റഡ്. കർത്താവിൻ്റെ ആത്മാവ് നിറയേണ്ട ദൈവമേതലേ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ നിൻ്റെ ജീവിതം ഉത്സവമാണ്. എന്താ കാര്യം? വിശ്വാസിയുടെ അവകാശവും ഓഹരിയും കർത്താവിൻ്റെ വചനവും ആ വചനത്തിലുള്ള വാഗ്ദാനവും അത് നിറവേറ്റുന്ന പരിശുദ്ധാത്മാവാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ.